നമ്മൾ വന്നിട്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനടിക്കുത്താണ്. നമ്മൾ തൊമ്മൻകുത്ത് പോകുന്ന വഴിക്കുള്ള ആനടിക്കുത്ത്. വെള്ളമൊക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ, വെള്ളമൊക്കെ കുറവാണ്. ആനടിക്കുത്ത് ലൊക്കേഷൻ വരാനായിട്ട് നമ്മൾ ആദ്യമേ തൊടുപുഴ വരിക. തൊടുപുഴയിൽ നിന്ന് നേരെ തൊമ്മൻകുത്ത് അല്ലെങ്കിൽ ആനടിക്കുത്ത് നമ്മുടെ മാപ്പിലുണ്ട്. തൊടുപുഴയിൽ നിന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ മാക്സിമം അത്രയും ദൂരമുള്ളൂ ആനടിക്കുത്തിലേക്ക് വരാനായിട്ട്. വന്നു കഴിഞ്ഞാൽ അടിപൊളിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം. അപ്പോൾ നമ്മളിവിടെ വന്ന് പേൻ പാർക്കിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്യുക, ഇവിടെ ഒന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇഷ്ടം പോലെ ഉണ്ട്. ഫാമിലി ആയിട്ട് വന്ന് സേഫായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഒരു ഡേഞ്ചറും ഇല്ല ഇവിടെ. അടിപൊളി വെള്ളച്ചാട്ടമാണ്. വന്നിട്ടുള്ള ലൊക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആനടിക്കുത്താണ്. തൊമ്മൻകുത്ത് പോകുന്ന റൂട്ടിലാണ്. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ആയി വരുന്നുള്ളൂ. മഴക്കാലമൊക്കെ ആകുമ്പോഴേ നല്ല വെള്ളമാവും. ഇപ്പോൾ വെള്ളം കുറവാണ്. അന്ന് അത്യാവശ്യം ഒന്ന് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചൂടത്തൊന്ന് മുങ്ങാനുള്ള വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. മനോഹരമായിട്ടുള്ളൊരു പാലമുണ്ട്. അവിടേക്ക് കയറി നമുക്ക് ഇരിക്കാം. റോഡിങ്ങിൻ്റെ എഫക്റ്റ് ആയിട്ട് ഒരുത്തം വന്ന് കയറിയിരിക്കണം. നോക്കി ഹെഡ്ലൈറ്റിലേക്ക് എന്നാണോ ഇത് ഇത് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്പൈഡർമാൻ ആവുമോ? അമ്മാതിരി വലുപ്പത്തിൽ സാധനം കേട്ടോ. എൻ്റെ അമ്മോ, ചാടി വണ്ടിക്കകത്ത് കയറിക്കോ. നമ്മുടെ ആനയാടിക്കുത്ത്, ആനച്ചാടിക്കുത്ത് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ നമ്മുടെ തൊടുപുഴയിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെയാണ് ഈ ആനയാടിക്കുത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് തൊമ്മൻകുത്ത് പോകുന്ന റൂട്ടിൽ തന്നെയാണ് ആനയാടിക്കുത്തും വരുന്നത്. മഴക്കാലത്താണ് ആനയാടിക്കുത്തിൻ്റെ ഏറ്റവും ഭംഗിയായ രൂപം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വേനൽക്കാലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ വെള്ളം വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇടുക്കി ജില്ലയിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വാട്ടർഫാൾസും കൂടെയാണ് ആനയാടിക്കുത്ത് എന്ന് പറയുന്നത്. ആനയാടിക്കുത്തിൻ്റെ തൊട്ടടുത്ത് കാറ്റാടി കടവും മീനുളിയാമ്പാറയും അങ്ങനെയൊക്കെയുള്ള ടൂറിസ്റ്റ് ലൊക്കേഷനുകൾ ഒത്തിരിയുണ്ട്. അപ്പോൾ മഴക്കാലത്ത് വരിക ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ലൊക്കേഷനാണ് ആനയാടിക്കുത്ത്. അതിൻ്റെ ഏറ്റവും താഴത്തെ ലൊക്കേഷനാണ് നമുക്ക് ഫാമിലി ആയിട്ട് കുളിക്കാൻ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ. നമ്മുടെ തൊടുപുഴ ഏരിയയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ശരിക്കും ഒരു 3-4 ദിവസം എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. നമ്മുടെ ആനപ്പാറ, കോട്ടപ്പാറ, മീനുളിയാമ്പാറ, കാറ്റാടിക്കടവ്, ഇലവിഴ പൂഞ്ചിറ, പാൽക്കുളമേട്, മുറംകെട്ടിപ്പാറ, ഉപ്പൂന്ന് വ്യൂ പോയിൻ്റ്, ഉപ്പൂന്ന് ടീ പ്ലാന്റേഷൻ, കുളമാവ് ഡാം, നാടുകാണി വ്യൂ പോയിൻ്റ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് ഈ തൊടുപുഴ ഏരിയയിൽ കാണാനുണ്ട്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഗ്രാമങ്ങളിൽ താമസിക്കാനും അവിടെ ആരും കാണാത്ത സ്ഥലങ്ങളിലൂടെ എക്സ്പ്ലോർ ചെയ്ത് പോകാനും നല്ല ഭക്ഷണവും കഴിച്ച് ഒന്ന് ഫുൾ റിലാക്സ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് NB ഹോംസ് ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് റിസോർട്ടോ കോട്ടേജോ ഹോം സ്റ്റേയോ അങ്ങനെ എന്തെങ്കിലും ടെൻറ്റ്, ട്രെക്കിംഗ്, ക്യാമ്പിങ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതേ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. നിങ്ങൾ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനായിട്ട് NB ഹോംസ് ഉണ്ട്. ഇതിലൊക്കെ ഓരോ കുഴിക്കിടയ്ക്ക് ഞാൻ പണ്ട് ഒത്തിരി വർഷം മുമ്പ് ഈ കുഴിയിലേക്ക് വന്ന് ഈ കുഴിയിലെ വെള്ളത്തിലേക്ക് വന്ന് കുളിച്ചിട്ടുണ്ട്, മുങ്ങി കുളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒന്ന് എടുത്ത് ചാടാം അതിൻ്റെ അകത്തേക്ക്. പിന്നെ ഇതിൻ്റെ ആനടിക്കുത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ കേട്ടോ, അത് നല്ല പരന്നൊരു വെള്ളച്ചാട്ടമാണ്. വെള്ളം കൂടെ ഉള്ള സമയത്ത് നല്ല അടിപൊളിയാണ്. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്.